ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ ഭ്രമണം എന്ന നോവലിൻ്റെ 3-ാം ഭാഗമായ പ്രതിയാനം. അധ്യായം 1. നടന്നിട്ടും തീരാത്തത്ര ദൂരം. തൻ്റെ മുറിക്ക് ഇത്ര വലുപ്പമുണ്ടെന്ന് ഹരിലാൽ വിചാരിച്ചിരുന്നില്ല. അതിന് ഭിത്തികളുമില്ല. നടക്കുകയേ വേണ്ടൂ. മനസ്സിലെ കൊടുങ്കാറ്റ് ശമിക്കുന്നതുവരെ, അലറും കടൽ അടങ്ങുന്നതുവരെ. എത്രയോ കാതം നടന്നു കഴിഞ്ഞു. തീരുന്നില്ല ദൂരം. ഒരിടത്തും എത്തിച്ചേരുന്നുമില്ല. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലായിരുന്നുവെന്ന് തോന്നിപ്പോവുകയാണ്. സന്തോഷത്തിൻ്റെയോ നേട്ടങ്ങളുടെയോ യാതൊരു അടയാളവും അവശേഷിപ്പിക്കാൻ കഴിയാതെ പോയ ജീവിതം. ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അവന് ഹരിലാൽ എന്ന പേർ. അവൻ പഠിച്ചു വളർന്നു, ജോലി കിട്ടി. ഒരു പെണ്ണിനെ കണ്ടു ഭ്രമിച്ച് കല്യാണം കഴിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ടായി. ഭാര്യ അവനെയും കുഞ്ഞുങ്ങളെയും വിട്ടുപോയി. അവൻ ആ കുട്ടികളെ പഠിപ്പിച്ചു വളർത്തി. ഇപ്പോൾ അവർ എവിടെ നിൽക്കുന്നു? ദുരന്തങ്ങളുടെ വിളിമ്പിൽ. ഒരു കാറ്റടിച്ചാൽ വീഴാൻ പാകത്തിൽ. ഹരിലാൽ എന്ന താൻ എവിടെ നിൽക്കുന്നു? നിസ്സഹായതയുടെ കൊടുമുടിയിൽ. അവൻ്റെ ഭാര്യയായിരുന്നവളോ? അവൾ എവിടെയെങ്കിലും എത്തിയോ? ആകെ കൂടി നോക്കുമ്പോൾ ഒരു ദുരന്ത കൂട്ടായ്മയാണ്. ഭൂമിയിൽ വേറെയും മനുഷ്യകോടികളുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയാണോ? നേട്ടങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ കഴിയുന്നവരും, സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നവരും, ഭാര്യയും മക്കളുമൊത്ത് ആനന്ദിക്കുന്നവരും, സമൂഹത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചവരും ലക്ഷക്കണക്കിനുണ്ട്. ഹരിലാൽ മാത്രം എവിടെയാണ് തോറ്റുപോയത്? സൂക്ഷ്മമായി അരിച്ചരിച്ചു നോക്കുമ്പോൾ ഒരു ദശാസന്ധിയിൽ മുന്നോട്ട് വെച്ച കാൽ തെറ്റിപ്പോയി എന്ന് കാണുന്നുണ്ട്. ഇണയെ തിരഞ്ഞെടുത്തപ്പോഴായിരുന്നു അത്. വേറെ ഏതോ ദിക്കിലേക്ക് പോകേണ്ടിയിരുന്നതിനാൽ ദിക്ക് തെറ്റിയാണ് സഞ്ചരിച്ചത്. ആ ഒരൊറ്റ ചുവടുവയ്പിൽ നിന്നാണ് തൻ്റെ ജീവിതത്തിൻ്റെ ശിരോലിഖിതം മാറ്റി എഴുതപ്പെട്ടത്. പക്ഷേ ഒരു യുവാവ് പെൺകുട്ടിയിൽ ആകൃഷ്ടനാകുന്നതും പ്രേമിക്കുന്നതും യൗവന സഹജമാണ്. വളരെയധികം പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് തെറ്റല്ല താനും. അപ്പോൾ തൻ്റെ തീരുമാനത്തിലുണ്ടായ പാളിച്ചയല്ല, തിരഞ്ഞെടുത്ത ഇണ ഒട്ടും നന്നല്ലായിരുന്നു എന്നതിൽ നിന്നാണ് പിൽക്കാല ദുരന്തങ്ങളുടെ ആദ്യത്തെ വേര് പൊടിക്കുന്നത്. ഇണ നന്നോ ചീത്തയോ എന്ന് തിരിച്ചറിയാൻ ഉണ്ടായിരുന്ന പ്രത്യക്ഷ മാനദണ്ഡങ്ങൾ അവളുടെ ആകാരസൗഷ്ഠവം, പെരുമാറ്റം, സംസാരം, പ്രശ്നങ്ങളെ സമീപിക്കുന്നതിലെ സംസ്കാരം, ഇത്രയൊക്കെയാണ്. അനിത ആ പരീക്ഷകളൊക്കെ പാസ്സായിരുന്നു എന്നാണ് ഓർമ്മ. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അവൻ തന്നെ അറിയാത്ത മനുഷ്യനുണ്ടെന്നും അതിന് പ്രായത്തിൻ്റെ കടന്നുപോക്കിൽ ചില നിഗൂഢഭാവങ്ങളും അന്ധചോദനകളും കൈവരുമെന്നും മുൻകൂട്ടി അറിയാൻ പറ്റുന്നതല്ല. അനിതയുടെ ഉള്ളിലെ മറ്റൊരു സ്ത്രീയെ ആദ്യഘട്ടത്തിൽ അവൾക്ക് തന്നെ അറിയാമായിരുന്നോ എന്ന സംശയമാണ്. അവളുടെ ഭർതൃഭക്തിയെപ്പറ്റി താൻ അഭിമാനിച്ചിരുന്ന കാലമുണ്ടായിരുന്നു അന്ന്. ജീവിതം ഇങ്ങനെയൊക്കെ വഴിതിരിഞ്ഞു പോകുമെന്ന് അവളും വിചാരിക്കുന്നില്ല. പക്ഷേ അവളുടെ രക്തത്തിൽ, പാരമ്പര്യഘടനയിൽ, ജനിതകത്തിൽ അതുണ്ടായിരുന്നു. അത് അവളിൽ അവസാനിക്കുന്നില്ല. മക്കളുടെ രക്തത്തിലേക്ക് കൂടി പകർന്നു കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഹരിത ഒരന്യൻ്റെ കുഞ്ഞിനെ ലാളിച്ചു വളർത്തിക്കൊണ്ട് ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത്? ആരുടെ പിൻബലത്തിലാണ് നീത സ്വന്തം കുടുംബത്തെയും ഹോസ്റ്റൽ അധികൃതരെയും ഒരുപോലെ പറ്റിച്ച് അരുതാത്ത വഴികളിലൂടെ സഞ്ചരിച്ചത്? രവിശങ്കറിൻ്റെ മകൻ. അതിനെ പ്രസവിച്ചത് തൻ്റെ മകൾ. അവളുടെ ഭർത്താവോ ശരത് ചന്ദ്രൻ. അവളാണെങ്കിൽ ഭർത്താവിനെ ദൈവത്തെപ്പോലെ സ്നേഹിക്കുന്നു. അതേ മനസ്സുകൊണ്ട് തന്നെ കുഞ്ഞിനെ പാലൂട്ടുന്നു. ഹരിലാലിന് തൻ്റെ തന്നെ തലയ്ക്കകത്തടിക്കണമെന്ന് തോന്നി. രവിശങ്കർ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ മക്കളുടെ അച്ഛനായി ഇനി ജീവിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് കള്ളമാണെങ്കിലോ? അവനൊരു വായാടിയെപ്പോലെയാണ് സംസാരിച്ചത്. ചിലപ്പോൾ വെറും ഭീഷണിയായിരിക്കാം. സ്വന്തം നിലപാട് ഭദ്രമാക്കാൻ വേണ്ടി വെറുതെ ഒരു വെല്ലുവിളി ഇട്ടതാവാം. ആരോട് ചോദിക്കും സത്യമാണോ എന്ന്? അമ്മയ്ക്കറിയാമോ? അറിയാമെങ്കിൽ തന്നെ സത്യം പറയുമോ? അറിയാത്ത കാര്യം താനായിട്ട് അറിയിച്ചു എന്ന് വന്നാൽ എന്തായിരിക്കും അനന്തരഫലം? ദീപ ചേച്ചിക്ക് സത്യമറിയാമോ? ഏറ്റവും ലളിതം ഹരിതയോട് തന്നെ ചോദിക്കുക എന്നതാണ്. അതൊരു അച്ഛൻ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. മോളെ, നീ ഈയിടെ പ്രസവിച്ച കുഞ്ഞ് നിന്റെ ഭർത്താവിൻ്റേതല്ല, മറിച്ച് അനുപമ എന്ന സ്ത്രീയുടെ ഭർത്താവും 2 മക്കളുടെ അച്ഛനുമായ രവിശങ്കറിൻ്റേതാണ് എന്ന് അച്ഛനറിഞ്ഞു. അത് ശരിയാണോ എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഉഗ്രൻ ചോദ്യം. ഹരിലാലിന് തൻ്റെ മുഖത്ത് ആരോ തുപ്പിയതുപോലെ തോന്നി. 7 കടലും നീന്തിക്കടന്ന് ഗുഹാപാലകനായ രാക്ഷസനെയും വെട്ടിവീഴ്ത്തി സകലമാന തുരങ്കപാതകളും പിന്നിട്ട് അവളുടെ മുന്നിലെത്തി നാണം കെട്ട് ചോദിച്ചുവെന്നിരിക്കട്ടെ, അവൾ സത്യം പറയുമോ? അച്ഛനത് എൻ്റെ മുഖത്തു നോക്കി എങ്ങനെ ചോദിക്കാൻ തോന്നി? ആര് പറഞ്ഞു അച്ഛനോടിങ്ങനൊരു ഭീകര കള്ളത്തരം? ആരെങ്കിലും വിശ്വസിക്കുമോ ഇത്? അച്ഛനത്രയ്ക്ക്
കഷ്ടം. വാതിലിൽ മുട്ടുന്ന ശബ്ദം ഹരിലാലിനെ ഞെട്ടിച്ചു. മകളുടെ മുന്നിൽ അന്തം വിട്ടു നിന്ന് അയാൾ ക്ഷണം ജാഗ്രതത്തിലേക്ക് തിരിച്ചെത്തി. വാതിൽ പൂട്ടിയിട്ടില്ല, തുറന്നു. വിമലകുമാരിയമ്മ വാതിൽ തുറന്നു. നീ ഒന്നും കഴിക്കുന്നില്ലേ ഹരി? അമ്മയോട് ചോദിക്കാം. അമ്മയ്ക്ക് അറിയാതെ വരുമോ? ഇത്ര വലിയൊരു രഹസ്യം ആരെയും അറിയിക്കാതെ മൂടിവെക്കാൻ അവൾക്ക് സാധിക്കുമോ? മകൻ തുറച്ചു നോക്കി നിൽക്കുന്നത് കണ്ട് വിമലകുമാരിയമ്മ അകത്തേക്ക് കടന്നു വന്നു. ഹരിലാലിനെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് എന്തു പറ്റി? എനിക്കെന്തു പറ്റി? ഒന്നുമില്ലല്ലോ. ഹരിലാൽ തൻ്റെ ടീഷർട്ടിന് മീതെ കൈപ്പടം ഓടിച്ചു. ഞാൻ ചോദിച്ചപ്പം നീ പ്രതിമ പോലെ നിൽക്കുന്നല്ലോ. എല്ലാവരും കഴിച്ചോ? ഞാൻ മാത്രമേ ഉള്ളൂ ഇനി കഴിക്കാൻ? ഹരിലാൽ വെറുതെ ചോദിച്ചു. അതെന്ത് ചോദ്യമാ? നിന്നെ വിളിക്കാതെ ഇവിടെ ആര് കഴിക്കാൻ? എങ്കിലെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കഴിച്ചോ. നിനക്കെന്താ വേണ്ടാത്തേ? നീ പുറത്തുനിന്ന് ഒന്നും കഴിച്ചില്ലല്ലോ. അമ്മ നിർബന്ധിക്കണ്ട. വിമലകുമാരി അമ്മയ്ക്കറിയാം ഇനി പ്രേരിപ്പിച്ചിട്ടും കാര്യമില്ലെന്ന്. നിനക്കെന്താ വല്ലായ്മ? രവിശങ്കറിനെ വിളിച്ചായിരുന്നോ? വിളിച്ചു. അവൻ എന്തു പറഞ്ഞു? ഇനിയും ഹരിതയെ കാണാൻ വരുമെന്ന്. നിനക്ക് നല്ല 4 വർത്തമാനം പറഞ്ഞുകൂടായിരുന്നോ? അവൻ എന്തുകൊണ്ടാ ഇത്ര തൻ്റെയിടം കാണിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാമോ? എന്തുകൊണ്ടാ? വിമലകുമാരിയമ്മ കൈമലർത്തി. എനിക്കറിയാഞ്ഞിട്ടാ അമ്മയോട് ചോദിച്ചത്. ബാംഗ്ലൂരിൽ വച്ച് എന്തൊക്കെ സംഭവിച്ചുവെന്ന് ആർക്കറിയാം? അമ്മയോട് ഒന്നും അവൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ വല്ലതും ചോദിച്ചാൽ ഒരു പൊട്ടിയെപ്പോലെ എൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ദീപ ചോദിച്ചിട്ടും അങ്ങനെ തന്നെ. ശരി, മുജ്ജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് ജനിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ശത്രുത കാട്ടിയവരെ ഈ ജന്മത്തിൽ സ്നേഹിച്ച് കടം തീർക്കുമെന്നാ. അല്ലാതെ ഈ ജന്മത്തിലും അവർ ശത്രുക്കളായി വന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കുമെന്നല്ല. കലികാലത്ത് ഇതൊക്കെ നടക്കും. അങ്ങനെ കരുതി സമാധാനിക്ക്. സമാധാനം? അതിൻ്റെയൊക്കെ അർത്ഥം എന്താന്ന് പോലും ഇപ്പം മനസ്സിലാകുന്നില്ല. ദേ, ഞങ്ങൾ കഴിക്കാൻ പോകുക. നീ വരുന്നില്ലല്ലോ. അമ്മയുടെ ചോദ്യത്തിന് ഹരിലാൽ മറുപടി പറയാതെ അമ്മയെ ഒന്ന് നോക്കി. ഞാൻ നിന്നെ തല്ലുകൊള്ളിക്കാൻ വിളിച്ചതല്ലല്ലോ, ഭക്ഷണം കഴിക്കാനല്ലേ. നോട്ടം കണ്ടാ മതി. വിമലകുമാരിയമ്മ തിരികെ പോയി. ഹരിലാൽ വീണ്ടും തൻ്റെ ദുരിതയാത്ര തുടർന്നു. മുറിയുടെ ഭിത്തികൾ അപ്രത്യക്ഷമായി. അതിലേക്ക് കാറ്റും കോളിളക്കവും പാഞ്ഞു കയറി. അയാൾ വീണ്ടും മറുകര തേടി ഉഴറി. രവിശങ്കർ പറഞ്ഞത് സത്യമാണെങ്കിൽ ഹരിതയുടെ ജീവിതം കാറ്റ് നിറച്ച ബലൂൺ പോലെയാണ്. സൂചി കയ്യിൽ വെച്ച് ചിരിച്ചുകൊണ്ട് രവിശങ്കർ. അയാൾക്ക് അത് കുത്തിപ്പൊട്ടിക്കാൻ ഒരു നിമിഷമേ വേണ്ടൂ. ഹരിത പ്രസവിച്ച കുഞ്ഞ് ശരത്ചന്ദ്രൻ്റേതല്ല എന്ന് അയാളും ആ വീട്ടുകാരും അറിഞ്ഞാലുള്ള അവസ്ഥ. വഴിയടഞ്ഞ പോലെ ഹരിലാൽ സ്തംഭിച്ചു നിന്നു. മാഞ്ഞുപോയ ഭിത്തി അയാളുടെ മൂക്കിനു മുൻപിൽ. മാനക്കേടിൻ്റെ ചീഞ്ഞു നാറിക്കൊഴുത്ത കരിവെള്ളത്തിലേക്കാണ് താനും തൻ്റെ കുടുംബവും മുങ്ങിപ്പോവുക. ബന്ധുജനമെല്ലാം മൂക്കത്തു വിരൽ വെച്ച് അകന്നു നിൽക്കുകയേയുള്ളൂ. അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരും ഒരു കൈത്താങ്ങിനുണ്ടാവില്ല. അത്തരമൊരു നാണക്കേടിന് ഇരയാവുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ പിരിയുന്നതല്ലേ. ഹരിത ഇനി ശരത്ചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. അയാളുടെ ഭാര്യയായി തുടരുന്നുമില്ല. വിവാഹബന്ധം വേർപെടുത്തുക. അതിനുശേഷം ഉണ്ടായേക്കാവുന്ന മാനക്കേടിന് ഒരു പരിധിയുണ്ട്. ഇപ്പോഴത്തെ അപകടകരമായ അവസ്ഥയേക്കാൾ എത്ര ഭേദമാണത്. 2-1 ഇന്ന് തീരുമാനിക്കണമെന്ന് ഹരിലാൽ നിശ്ചയിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങാനായി അയാൾ കാത്തിരുന്നു. മുറികളിലെ ലൈറ്റ് അണഞ്ഞ് അല്പം കൂടി കാത്ത ശേഷം അയാൾ ഹരിതയുടെ മുറിയുടെ നേർക്ക് ചെന്നു. ഹരിതയുടെ വാതിലിൽ പലതവണ തട്ടി വിളിച്ചു. ശബ്ദം കേട്ട് വിമലകുമാരിയമ്മ എഴുന്നേറ്റ് അവരുടെ മുറിയുടെ വാതിൽ തുറന്നു. ഹരിലാലിനെ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ആ, നീയായിരുന്നോ? ഞാൻ ഓർത്തു ആരാ വാതിലെ മുട്ടുന്നെന്ന്. അമ്മയുടെ വാതിലിൽ ആരും വന്ന് മുട്ടിയില്ലല്ലോ. ഹരിലാൽ നീരസം പൂണ്ടു. നീ ഇപ്പം എന്തിനാ അവളെ വിളിക്കുന്നേ? അവൾ ഉറക്കം പിടിച്ചു കാണും. എനിക്കവളോട് സംസാരിക്കാനുണ്ട്. അത് ഈ രാത്രി തന്നെ വേണോ? നേരം വെളുക്കട്ടെ. ഇപ്പം അവൾ കിടന്നുറങ്ങുമല്ലേ. അമ്മ വാതിലടച്ചിട്ട് പോയി കിടക്ക്. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. വിമലകുമാരിയമ്മ സംശയിച്ചു നിന്നു. ഞാൻ അങ്ങോട്ട് വന്ന് വാതിലടയ്ക്കണോ? ഓ വേണ്ട. അവർ വാതിലടച്ചു. ഹരിലാൽ വീണ്ടും വാതിലിൽ തട്ടി വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. കോട്ടുവ വന്നത് കൈപ്പടം കൊണ്ട് മറച്ച് ഹരിത അച്ഛനെ നോക്കി. ഹരിലാൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അച്ഛനാണെന്ന് ഞാൻ ഓർത്തില്ല, ഹരിത ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ ആരാണെന്നാ ഓർത്തേ? രവിശങ്കറാണെന്നോ? ഹരിത തീപ്പൊള്ളലേറ്റ നടുക്കത്തിൽ അച്ഛനെ നോക്കി. അങ്ങോട്ട് മാറി നിൽക്ക്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഹരിത പെട്ടെന്ന് ഒഴിഞ്ഞു നിന്നു. ഹരിലാൽ മുറിയിലേക്ക് കയറി. വിമലകുമാരിയമ്മയുടെ വാതിലിന് നേർക്ക് ഒന്ന് പാളി നോക്കി. പിന്നെ വാതിലടച്ച് ബോൾട്ടിട്ടു. ഹരിത പകച്ചു നിൽക്കുകയാണ്. ഇതൊന്നും അച്ഛൻ്റെ രീതിയല്ല.
എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മുറിയിലേക്ക് വിളിപ്പിക്കുകയാണ് പതിവ്. ഹരിലാൽ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്നേഹവാത്സല്യങ്ങൾ വറ്റിപ്പോയ നോട്ടമായിരുന്നു അത്. കുഞ്ഞ് പാതി കണ്ണടച്ച് ഉറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് കീഴ്ച്ചുണ്ട് നുണയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ക്ഷുദ്രജീവിയാണെന്ന് അയാൾക്ക് തോന്നി. അതിന് തൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ കഴിയും. തൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനം തകർക്കാൻ കഴിയും. ആ ചെറിയ ക്ഷുദ്രജീവിക്ക് നല്ലവനും അന്തസ്സുള്ളവനുമായ ഒരു ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ തീ കോരി നിറയ്ക്കാനും കഴിയും. അച്ഛൻ തൻ്റെ കുഞ്ഞിനെ നോക്കുന്ന നോട്ടം കണ്ടിട്ട് ഹരിതയ്ക്ക് പേടിയായി. അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛൻ ഇങ്ങോട്ടിരിക്കുക. കുഞ്ഞിൽ നിന്ന് അച്ഛൻ്റെ ശ്രദ്ധ തിരിക്കാനും കൂടി വേണ്ടി ഹരിത പറഞ്ഞു. ഹരിലാലിൻ്റെ നോട്ടം മകളുടെ നേർക്കായി. ഒളിച്ചുകളിയൊന്നും വേണ്ട എന്ന് അയാൾ നിശ്ചയിച്ചു. ക്ഷമയില്ല ഒട്ടും. ഞാൻ രവിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ ത്രട്ടൻ ചെയ്യുന്നു. അവൻ ഇനിയും വരുമെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഹരിതയുടെ പാദം മുതൽ വിറയൽ ആരംഭിച്ചു. ഇവിടെ വന്നിട്ടും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഹരിത പറഞ്ഞൊപ്പിച്ചു. ഹരിതേ, അപമാനത്തിൻ്റെ ചെളിക്കുഴിയിൽ തല പൂഴ്ത്തി വെച്ചോണ്ട് നിൽക്കുക ഞാൻ. എന്നോട് കള്ളം പറയരുത്. ഇനി നിനക്കെന്നോട് കാണിക്കാവുന്ന ഏറ്റവും അവസാനത്തെ മര്യാദയാ അത്. അയാൾ ഇടതുകൈ കുഞ്ഞിൻ്റെ നേർക്ക് ചൂണ്ടി. നോട്ടം ഹരിതയുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. ഒരിടിവാൾ മിന്നലിൽ കരിഞ്ഞ പോലെയായി ഹരിത. അച്ഛൻ്റെ നാവിൽ നിന്ന് ചോദ്യമൊന്നുമില്ല. കുഞ്ഞിന് നേർക്ക് ചൂണ്ടിയ വിരൽ അങ്ങനെ തന്നെ. തൻ്റെ നേർക്കുള്ള നോട്ടം മരണശിക്ഷയ്ക്ക് വിധിക്കാൻ പോകുന്ന ന്യായാധിപൻ്റെയാണ്. ഹരിതയുടെ നെഞ്ചിൽ പ്രാണസങ്കടങ്ങളുടെ ഒരലകടലെരുമ്പി മറിഞ്ഞു. ഇതുവരെ അനുഭവിച്ചതും ഇനി അനുഭവിക്കാൻ പോകുന്നതുമായ സകല വേദനകളോടും കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അച്ഛൻ്റെ കാൽക്കൽ വീണു. എന്നോട് ക്ഷമിക്കച്ച, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇങ്ങനൊന്നും വരുമെന്ന് വിചാരിച്ചല്ല അച്ഛ. എന്നെ ഉപേക്ഷിക്കില്ലേ അച്ഛ? ഹരിലാലിൻ്റെ പാദത്തിനു മീതെ കണ്ണുനീർ തുള്ളികൾ വീണുകൊണ്ടിരുന്നു. അത് കള്ളക്കണ്ണീരൊന്നുമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അത്ര ചൂടുണ്ടായിരുന്നു അതിന്. കുഞ്ഞിനു നേർക്ക് ചൂണ്ടിപ്പിടിച്ചിരുന്ന അയാളുടെ ഇടതുകൈ പതിയെ പതിയെ താണു. എഴുന്നേൽക്ക്, അയാൾ ആജ്ഞാപിച്ചു. അച്ഛൻ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോ, തല്ലുവോ കൊല്ലുവോ, എങ്ങനെ വേണമെങ്കിലും. നിന്നോട് എഴുന്നേൽക്കാനാ പറഞ്ഞത്. ഹരിത വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. എടി, അഭിമാനമുള്ള ഒരു പെണ്ണല്ലായിരുന്നു നീ. ആത്മഹത്യ ചെയ്യുന്നതല്ലായിരുന്നുടി അന്തസ്. അത് ഞാൻ ഒരുപാട് ആലോചിച്ചതാ അച്ഛാ. ശരത്തേട്ടൻ വിഷമിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഈ കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകണ്ടേ? ശരത്തേട്ടൻ എന്തുമാത്രം വിഷമിക്കും? വേറൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നേ. ഹരിത മുഖം പൊത്തി ഏങ്ങളടിച്ചു. എടി മാനം കെട്ടവളെ, നാളെ ശരത് ഈ വിവരം അറിഞ്ഞാലോ? നീ ആലോചിച്ചിട്ടുണ്ടോ? ശരത്തേട്ടൻ അറിഞ്ഞ പിന്നെ ഞാനും എൻ്റെ മോനും ജീവനോടെ ഉണ്ടാവില്ല. എല്ലാം ഞാൻ ആലോചിച്ചു വച്ചിട്ടുണ്ട്. ഹരിലാൽ വീണ്ടും കുഞ്ഞിൻ്റെ നേർക്ക് മുഖം തിരിച്ചു. ഹരിത കണ്ണീരോടെ കെഞ്ചി. അതിനോട് ഒന്നും തോന്നല്ലേ അച്ഛ. അതൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഞാനാ. അത് മകൾ മാത്രമല്ല, അമ്മയും കൂടിയാണ്. ഹരിലാലിന് അതും മനസ്സിലായി. ഇനി എന്തുണ്ട് ചോദിക്കാൻ, എന്തുണ്ട് പറയാൻ? അവളുടെ ലോകം ചെറുതാണ്. അതിലൊരുപാട് ചോദ്യോത്തരങ്ങൾക്ക് സ്ഥാനമില്ല. വരും വരായികളെ നേരിടാനുള്ള പ്രതിവിധി അവൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി താനാണ് തീരുമാനിക്കേണ്ടത്. ഹരിലാൽ പതിയെ പിന്തിരിഞ്ഞു. വാതിലിനരികിലെത്തി ബോൾട്ടെടുത്ത് പുറത്തിറങ്ങി. തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നുപോയി. വീണ്ടും ദൂരത്തിലേക്ക്. അധ്യായം 2. സർജറി കഴിഞ്ഞ 3-ാം ദിവസം കണ്ണുകൾ രണ്ടും ബാൻഡേജ് ചെയ്താണ് നിവ്യ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരാഴ്ചയോളം അങ്ങനെ തന്നെ തുടരണമെന്ന് ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. 30 ദിവസം തുടർച്ചയായി തുള്ളിമരുന്ന് കണ്ണിലിറ്റിക്കുകയും വേണം. അതെല്ലാം അനിതയെയാണ് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. ബാൻഡേജ് മാറ്റിയാലും 2 മാസമെങ്കിലും കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടേ നോക്കാവൂ. വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും പരിചരണത്തിൽ വേണമെന്ന് അനിതയെ ഡോക്ടർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അണുബാധയുണ്ടാകാൻ ഇടവരരുത്. വളരെ സൂക്ഷിക്കണം. ഡോക്ടർ അനിതയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുമ്പോൾ വിമലകുമാരി അമ്മ ഹരിലാലിനോട് പറഞ്ഞു, നീ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ആ കൊച്ചിനെ ഏറ്റെടുത്തതാ. ഇല്ലെങ്കിൽ അതിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ? ചിലപ്പോൾ എന്നോടിത്തിരി നന്ദി സ്നേഹവും അവൾക്ക് മാത്രമേ ഉണ്ടാവൂ. 2 മക്കളുണ്ടായിട്ട് കണ്ടില്ലേ? ഹരിലാൽ പിറുപിറുത്തു. അതങ്ങനെയാ. മക്കൾക്ക് എന്തു കൊടുത്താലും എത്ര കൊടുത്താലും കിട്ടേണ്ടത് അവരുടെ അവകാശവും കൊടുക്കേണ്ടത് നമ്മുടെ കടമയുമായിട്ടേ അവർക്ക് കാണാൻ പറ്റൂ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നോ ത്യാഗം സഹിച്ചെന്നോ പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകില്ല. ഹരിത ശരത്ചന്ദ്രൻ്റെ വീട്ടിലോട്ട് ഉടനെ പോവുകയാണെന്ന് പറയുന്നു. വിമലകുമാരി അമ്മ മകൻ്റെ മുഖത്തേക്ക് നോക്കി. പോണെങ്കിൽ പോട്ടെ. നിന്നോട് അവളൊന്നും പറഞ്ഞില്ലേ? എന്തു പറയാൻ?
ശരത്ചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യം? അമ്മയ്ക്കിപ്പോൾ എന്താ അറിയണ്ടേ? അവൾ പോണുണ്ടോ ഇല്ലയോ എന്നാണോ? അതോ അവൾ എന്തൊക്കെ പറഞ്ഞു എന്നാണോ? എനിക്കൊന്നും അറിയണ്ടായേ. വിമലകുമാരിയമ്മ പരിഭവിച്ചു കഴിഞ്ഞു. നിവിയമ്മളുടെ മുറി അനിത മുൻപേ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡെറ്റോൾ ഒഴിച്ച വെള്ളത്തിൽ ടവൽ മുക്കി തറയും ഉപകരണങ്ങളും കൈയെത്തുന്നിടത്തോളം ചുമരും തുടച്ചു. തൂവെള്ള കിടക്ക വിരിയും തലയണ ഉറകളും ശരിയാക്കി. വാതിൽ കിടക്കുമ്പോൾ തന്നെ ആ മുറിയിലെ വായുവിനൊരു കുളിർമയും പുതുമയും അനുഭവപ്പെടുമായിരുന്നു. നിവിയമ്മോളെ പുതുപ്പിച്ച് കിടത്തിയ ശേഷം തിരിഞ്ഞു നോക്കിയ അനിതയോട് വിമലകുമാരിയമ്മ പറഞ്ഞു, ഇവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഹരിത നാളെയോ മറ്റന്നാളോ ശരത്ചന്ദ്രൻ്റെ വീട്ടിലോട്ട് പോവാണെന്ന് പറയുന്നു. ഇനി ഞാനിവിടെ നിൽക്കേണ്ടല്ലോ. ഹരിത പോകുന്നെന്ന് ആര് പറഞ്ഞു? അവൾ തന്നെയാ പറഞ്ഞത്. ഞാൻ ഹരിയോട് ചോദിച്ചു. അവനും പറഞ്ഞു പോയിക്കോട്ടെ എന്ന്. അവൾ അങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ, അനിത ഒരമ്മയുടെ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു. വിമലകുമാരിയമ്മ അവളെ സൂക്ഷിച്ചു നോക്കി. നിനക്കെന്ത് അവകാശം അത് പറയാൻ എന്ന മട്ടിലുള്ള ആ നോട്ടം അനിതയ്ക്ക് മനസ്സിലായി. അല്ല, ശരത്ചന്ദ്രൻ അവിടെ ഇല്ലല്ലോ. സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. തിരിച്ചെത്തുമ്പോഴേക്കും കൊണ്ടുവിടുന്നതല്ലേ അതിൻ്റെ ശരി. അനിത ഒരു അന്യയുടെ നിസ്സംഗത ഭാവിച്ചു. എന്നാലും ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമുണ്ടോ? അവൾക്കിപ്പോൾ തനിയെ കുളിക്കാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും എല്ലാം ആവതുണ്ടല്ലോ. അതൊന്നുമല്ലമ്മേ. അമ്മ പോയിക്കഴിഞ്ഞാൽ ഈ വീട്ടിലൊരു തെളിച്ചവും സമാധാനവുമില്ല. ഹരിതയ്ക്കും നീതമോൾക്കും എന്നോട് പറയാം സങ്കടവും വിഷമങ്ങളും. ഞാൻ ആരോട് പറയും? അമ്മയുണ്ടെങ്കിൽ എനിക്കത് വലിയ ആശ്വാസ. നീ നിന്റെ ഏതെങ്കിലും ഒരു പ്രശ്നം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? എൻ്റെ വിഷമങ്ങളൊന്നും സാരമില്ലമ്മേ. ഇവിടുത്തെ കുട്ടികളുടെ കാര്യം ആരോടെങ്കിലും പറയണ്ടേ? ഹരിലാൽ സാർ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ ഹരിയോട് പറയാം. വേണ്ട, അനിത പെട്ടെന്ന് തടസ്സം പറഞ്ഞു. അതൊക്കെ ദേഷ്യം കൂട്ടുകയേ ഉള്ളൂ. നിന്നോടെന്തിനാ ദേഷ്യം? നീ ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു? സ്വന്തം അമ്മമാര് സഹിക്കോ ഇത്രയും ത്യാഗം? വിമലകുമാരിയമ്മ അനിതയുടെ കണ്ണിലേക്ക് നോക്കി. ഞാൻ ശമ്പളം പറ്റിക്കൊണ്ട് എൻ്റെ ജോലി ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അനിത മനസ്സിൻ്റെ പിടച്ചിൽ പിടിച്ചടക്കി വെച്ച് പറഞ്ഞു. ശമ്പളം മാത്രം നോക്കിയാണെങ്കിൽ എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നേ? നീതമോളെയും ഹരിതയും എങ്ങനെയൊക്കെയോ രക്ഷിച്ചെടുത്തത് നീയല്ലേ. അതിനുവേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുകളും മനപ്രയാസവും അനുഭവിച്ചു. നിന്റെ മക്കളൊന്നുമല്ലല്ലോ. അമ്മയോട് ഞാൻ പറയാറില്ലേ, എനിക്കും അവരുടെ പ്രായത്തിൽ 2 പെൺകുട്ടികളുണ്ടെന്ന്. എൻ്റെ മക്കളെപ്പോലെയല്ലേ ഇവരും. ഇതിനിടയിൽ നീതയുടെ വിളി ഹാളിൽ കേട്ടു. അനിതയെ വിളിക്കുകയാണ്. വിമലകുമാരിയമ്മയുടെ നാവിലേക്ക് വന്ന ചോദ്യങ്ങൾ അവിടെ തന്നെ നിലച്ചു. ഒരു വൈതരണിയിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ അനിത ഹാളിലേക്ക് ഇറങ്ങിച്ചെന്നു. കോണിപ്പടിയിൽ നിൽക്കുകയാണ് നീത. ആൻറ്റി ഫ്രീ ആയോ? നീതയുടെ നിൽപ്പും ഭാവവും അക്ഷമയുടേതായിരുന്നു. അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നി. ഒരിത്തിരി ജോലിയും കൂടിയുണ്ട്. എന്താ മോളെ? കഴിയുമ്പം റൂമിലേക്ക് ഒന്ന് വരുമോ? വരാലോ. നിവിയമ്മോളെ കാണണ്ടേ നിനക്ക്? അവളെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ കണ്ടതല്ലേ ഹോസ്പിറ്റലിൽ വന്നിട്ട്. ഇനി ഞാൻ പിന്നീട് കണ്ടോളാം. ഞാൻ ഭയങ്കര ടെൻഷനിലാ ആൻറ്റി. വരണേ? അതും പറഞ്ഞ് നീത തിരികെ കോണിപ്പടി കയറിപ്പോയി. അവളെന്താ പറഞ്ഞേ? ഹാളിലേക്ക് വന്ന വിമലകുമാരിയമ്മ ചോദിച്ചു. അവൾക്കെന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. അനിത നിവിയമ്മളുടെ മുറിയിലേക്ക് പോന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത പോലെ വിമലകുമാരിയമ്മ ഹാളിൽ തന്നെ നിന്നു. പിന്നെ ഒന്ന് നടുവ് നിവർക്കാമെന്ന് കരുതി അവരുടെ മുറിയിലേക്ക് പോയി. അനിത 10 മിനിറ്റിനകം നീതയെ തേടിച്ചെന്നു. നീത വിരലുകൾ വളച്ചും ഞൊട്ട വിടുവിച്ചും അക്ഷമ കുടുംബിരിക്കൊണ്ട പോലെ മുറിയിൽ നടക്കുകയായിരുന്നു. എന്താ മോളെ പുതിയ പ്രശ്നം? പുതിയതൊന്നുമല്ല ആൻറ്റി, പഴയതാ. ഇന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആരുടെ കോൾ? അവർ തന്നെ. ആൻറ്റി കാണാൻ പോയില്ലേ? അനിത ജാഗരൂകയായി. എന്താ അവർ പറഞ്ഞത്? 17th ഡേറ്റിലെ അപ്പോയിൻമെൻറ്റ് 19th മാറ്റിയത്രേ. അന്ന് ചെല്ലണമെന്ന്. സ്ഥലവും മാറ്റി. വിഴിഞ്ഞം ഹാർബറിൽ എത്തണമെന്ന്. രാവിലെ 10 മണിക്ക്. അനിതയുടെ മുഖം മുറുകി. നീ എങ്ങോട്ടും പോകുന്നില്ല. അവരിവിടെ വന്ന് ബലമായി എടുത്തുകൊണ്ട് പോകുമെന്ന്. അതൊക്കെ ഭീഷണിയല്ലേ? അവരതൊക്കെ ചെയ്യും ആൻറ്റി. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്നെ നശിപ്പിക്കാൻ വേറെ സംഗതികളുണ്ടല്ലോ. പിന്നെന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? അവർ പറയുന്ന പോലെ അനുസരിക്കാനോ? ഇല്ല, അതിനു മുൻപേ പോയാലോ എന്ന് ആലോചിക്കുക. നെസ്സി പോയ പോലെ. ഒന്ന് പോയതല്ലേ, എന്നിട്ടെന്തായി? തിരിച്ചു വരേണ്ടി വന്നില്ലേ? വെറുതെ വേണ്ടാത്ത ആലോചനയൊന്നും തലയിലോട്ട് കയറ്റിവെക്കണ്ട. ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുമില്ല. ആ വീഡിയോ ക്ലിപ്പിംഗ്സൊക്കെ വാട്സാപ്പിലും നെറ്റിലുമൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ എന്തിനാ ജീവനോടിരിക്കുന്നേ? നിന്നോട് ഞാൻ മുൻപേ പറഞ്ഞതല്ലേ മോളെ, ഇതിനെപ്പറ്റി ഇനി നീ ഒന്നും ചിന്തിക്കണ്ട. ഒരു പരിഹാരവും കാണാൻ ശ്രമിക്കണ്ട.
എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ആൻറ്റി വെറുതെ പറയുക. ആൻറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ ഇതൊന്നും പോരാ. എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോണെന്ന്. എന്നെ കുറച്ച് കാണല്ലേ മോളെ. എനിക്ക് നീ വിചാരിക്കുന്നതിനേക്കാൾ ആത്മവിശ്വാസവും ധൈര്യവുമുണ്ട്. ഞാൻ പല നാടുകളിൽ പലതരം മനുഷ്യർക്കിടയിൽ ജോലി ചെയ്തിട്ടുള്ളവളാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അച്ഛൻ നോക്കിയിട്ട് പോലും. നീയത് എനിക്ക് വിട്ടേക്ക്. ഇതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ? ആൻറ്റി എന്താ ചെയ്യാൻ പോണേന്ന് പറ. ഒരു തവണയും കൂടെ പവിഴം പവലിയനിൽ പോകും അയാളെ കാണാൻ, ശ്യാമോഹനെ. അയാൾ സമ്മതിച്ചില്ലെങ്കിലോ? ആൻറ്റി ഒരു തവണ പോയി കാലു പിടിച്ചതല്ലേ. എനിക്കൊരു ധൈര്യം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കുമെന്ന്. നീത അനിതയെ സംശയദൃഷ്ടിയോടെ നോക്കി നിന്നു. നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ മോളെ? എന്തായാലും ഞാൻ അവിടെ ചെന്ന് ഒന്നുകൂടെ അയാളുടെ കാല് പിടിക്കുന്നതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനിടയില്ലല്ലോ. അയാൾക്കൊരു അലിവ് തോന്നിയാൽ നിനക്കത് എത്ര വലിയ അനുഗ്രഹമായിരിക്കും. അവരുടെ മനസ്സ് ഹൃദയവും അലിയണമെങ്കിൽ അതെടുത്ത് സൾഫ്യൂരിക് ആസിഡിൽ ഇടേണ്ടി വരും. അത്തരം മനുഷ്യരാ. നീ സമാധാനമായിട്ടിരുന്നാൽ മതി. വേറൊന്നും വേണ്ട. ഞാനിത് കൈകാര്യം ചെയ്തോളാം. നീതയെ ആശ്വസിപ്പിച്ച് അനിത തിരികെ പോന്നു. ഹരിത ശരത്ചന്ദ്രൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുന്ന കാര്യം ശരത്ചന്ദ്രൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തിയതായിരുന്നു. ശരത്ചന്ദ്രനെ വിളിച്ചപ്പോൾ അനുകൂലമായ മറുപടി കിട്ടുകയും ചെയ്തു. അടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ ഭർതൃഭവനത്തിലേക്ക് പോകാനുള്ള ഉത്സാഹത്തിലായിരുന്നു ഹരിത. അതിനിടയ്ക്കാണ് അനിത ഇടപെട്ട് ആ നീക്കം വേണ്ടെന്ന് വയ്പ്പിച്ചത്. ഹരിലാൽ മകളെയും കുഞ്ഞിനെയും ശരത്ചന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ടുവിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയപ്പോഴായിരുന്നു ഹരിതയുടെ പിന്മാറ്റം. അത് ഹരിലാലിനെ ദേഷ്യം പിടിപ്പിച്ചു. എന്തുകൊണ്ടാ നീ പോകുന്നില്ലെന്ന് വെച്ചത്? അയാൾ മകളോട് അരിശം പൂണ്ടു. ആൻറ്റി പറഞ്ഞു ഇപ്പോൾ പോവണ്ടെന്ന്. ഇവിടുത്തെ ഹോം നേഴ്സാണോ നിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നേ? അവൾക്കെന്ത് കാര്യം? ആൻറ്റിയല്ലേ അച്ഛാ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നേ. അപ്പോൾ ഞാൻ അവർ പറയുന്നത് കേൾക്കണ്ടേ? അവൾ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ? ആര് പറഞ്ഞിട്ട്? അവളാണോ നിന്റെ കല്യാണം നടത്തിയതും സ്ത്രീധനം കൊടുത്തതും നിന്റെ പ്രസവച്ചെലവ് നടത്തിയതും? ആരാ നിന്റെ ആവശ്യങ്ങൾ നോക്കി നടത്തിയത്? അച്ഛൻ എനിക്ക് വേണ്ടി പണം ചെലവാക്കിയെന്നുള്ളത് ശരിയാ. പക്ഷേ ആൻറ്റിയുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഹരിത ഏറ്റു പറഞ്ഞു. ഹരിലാൽ അവളെ ചുഴിഞ്ഞു നോക്കി. അവൾക്കറിയോ നിന്റെ എല്ലാ രഹസ്യങ്ങളും? ഹരിത ഒന്നറച്ചുവെങ്കിലും സമ്മതഭാവത്തിൽ മെല്ലെ തലയാട്ടി. എന്തു വിശ്വസിച്ചാ നീ അവളോട് പറഞ്ഞത്? ഹരിലാൽ സംശയത്തോടെ ചോദിച്ചു. ഒരു ഹോം നേഴ്സിൻ്റെ മുൻപിൽ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ അതൊക്കെ? അവരൊക്കെ പല വീടുകളിൽ ജോലി ചെയ്യുന്നവരാ. നാടുനീളെ പറഞ്ഞു പരത്തിയ നിനക്ക് പിന്നെ ജീവിതമുണ്ടോ? ആൻറ്റി ആരോടും പറയില്ലച്ചാ. എനിക്കറിയാം. എന്നേക്കാൾ വേവലാതിയും കരുതലും ആൻറ്റിക്കാ. നീയത് വേറെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലച്ചാ. ആൻറ്റി എങ്ങനെ അറിഞ്ഞുവെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എന്നോട് ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഹരിലാലിൻ്റെ ചോദ്യങ്ങളുടെ മുനമടങ്ങി. അമ്മയ്ക്കോ ദീപയ്ക്കോ അറിയില്ലല്ലോ? ഉവ്വോ? ഇല്ല. ഞാൻ ശരത്തിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ച് നിന്നെ കൊണ്ടുവിടുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവരോടെന്തു പറയും? പെട്ടെന്നൊരു സുഖമില്ലായ്ക തോന്നിയിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ? ഹരിത ചോദിച്ചു. അവൾ എന്തുകൊണ്ടാ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്? രവിയങ്കിൾ അവിടെയും വന്ന് ശല്യപ്പെടുത്തുമെന്നാ ആൻറ്റി പറയുന്നേ. അങ്ങനെ സംഭവിച്ചാൽ അവിടെയുള്ളവർക്ക് സംശയം തോന്നും. ഇവിടാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എന്ന് പോകാനാ നിന്റെ ഉദ്ദേശം? രവിയങ്കിളിൻ്റെ വിഷയം ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതിയെന്ന ആൻറ്റിയുടെ അഭിപ്രായം. അച്ചമ്മയും അതുതന്നെ പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. ഹരിലാലിന് മുഷിഞ്ഞു. കട്ടിലിൽ കിടന്ന് തുടിച്ചുല്ലസിക്കുന്ന കുഞ്ഞിന് നേർക്കയാൽ നോക്കി. അതീവ ഹൃദ്യമായ ചില മൂളലുകളും സ്വർഗീയമായ ഈണശബ്ദങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി കൈയും കാലുമിളക്കി തുടിച്ചു തുള്ളി. വെറുപ്പുനുരയുന്ന ദൃഷ്ടികൾ പിൻവലിച്ച് പിന്തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ ഓർത്തു, എങ്ങനെ നോക്കിയാലും അവൻ തൻ്റെ പേരക്കുട്ടി തന്നെയാണ്. തൻ്റെ മകൾ പ്രസവിക്കുന്ന ഏതു കുട്ടിയും അങ്ങനെയാണ്. അതിൻ്റെ അച്ഛൻ ആര് എന്ന സമസ്യ കൊണ്ട് ഹരിക്കാവുന്നതല്ല രക്തബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പൗത്രപദവി. മനുഷ്യജീവിതങ്ങൾ വനവൃക്ഷങ്ങൾ പോലെയാണെന്ന് അയാൾക്ക് തോന്നി. മണ്ണിനു മുകളിൽ തമ്മിൽ കൊമ്പ് കോർക്കുകയും മുട്ടിയുരുമുകയും ചെയ്യുന്ന പ്രത്യക്ഷ ശിഖരങ്ങളെക്കാൾ പരസ്പര ബന്ധം മണ്ണിനടിയിൽ ആരും കാണാതെ തമ്മിൽ കെട്ടുപിണയുന്ന വേരുപടലങ്ങൾക്ക് ഉണ്ടാകും. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ? മണ്ണിനു മീതെ കാണുന്നതോ മണ്ണിനടിയിൽ അഗോചരമായിരിക്കുന്നതോ ആരറിഞ്ഞു? വീട്ടിൽ നിവിയ മോൾക്ക് കൂട്ടായി വിമലകുമാരി അമ്മയെയും നീതയെയും ഏൽപ്പിച്ചിരുത്തിയിട്ടാണ് അനിത പവിഴം പവലിയനിലേക്ക് പുറപ്പെട്ടത്. സ്ഥലം കൃത്യമായി അറിയാമായിരുന്നതിനാൽ
ബസ് സ്റ്റോപ്പിൽ ബസ്സിറങ്ങി അവിടെ നിന്ന് നടന്ന് പവിഴം പവലിയൻ്റെ മുന്നിലെത്തി. സംശയമൊന്നും കൂടാതെ അനിത എസ്കലേറ്റർ വഴി സെക്കൻഡ് ഫ്ലോറിലേക്ക് കടന്നു. അവിടെ ബില്ലിംഗ് സെക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനോട് താൻ ശ്യാം മോഹൻ സാറിനെ കാണാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ശ്യാം മോഹൻ്റെ മുറിയിലേക്ക് അയാൾ ഫോൺ ചെയ്ത് ഒരു സ്ത്രീ കാണാൻ വന്ന വിവരം അറിയിച്ചു. അയാൾ മറുവശത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് തലയാട്ടുന്നത് നോക്കിക്കൊണ്ട് അനിത അല്പം മാറി നിന്നു. ശ്യാം സാറ് ഇത്തിരി തിരക്കില്ല, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫോൺ മാറ്റിയിട്ട് യുവാവ് അനിതയോട് നിർദ്ദേശിച്ചു. അനിത സന്ദർശകർക്കായുള്ള സോഫയിലിരുന്നു. 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടും ശ്യാം മോഹൻ വിളിക്കുന്നില്ല. ഇരുന്ന് മുഷിഞ്ഞ അനിത എഴുന്നേറ്റ് മുന്തിയ തരം സ്മാർട്ട് ഫോണുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കണ്ണാടി മേശകൾക്ക് മുന്നിലൂടെ നീങ്ങി. കൗതുകത്തോടെ ഫോണുകളുടെ രൂപഭംഗി നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അനിതയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. ശ്യാം സാർ വിളിക്കുന്നതായി അറിയിച്ചു. ഉൾപ്പേടിയുണ്ടെങ്കിലും അത് മറച്ചു പിടിച്ച് അനിത മുറിയിലേക്ക് ചെന്നു. അവൾക്ക് പിന്നിൽ വാതിലടഞ്ഞു. ശ്യാം മോഹൻ കമനീയമായ മേശയ്ക്ക് പിന്നിൽ വിലപിടിപ്പുള്ള കറങ്ങുന്ന കസേരയിൽ വൈരമോതിരങ്ങൾ തിളങ്ങുന്ന വിരലുകൾ തമ്മിൽ മൃദുവായി ഞെക്കിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. വരണം വരണം, യു ആർ വെൽക്കം മാഡം. അയാൾ എഴുന്നേറ്റ് നിന്ന് സ്വാഗതം പറഞ്ഞു. എന്നിട്ട് മേശയ്ക്കപ്പുറത്തേക്ക് വന്നു. അനിതയുടെ മുന്നിലെത്തുമ്പോഴേക്കും അയാളുടെ ചിരി മാഞ്ഞു. പകരം മുഖത്ത് ക്രൗര്യം തെളിഞ്ഞു. നീ ആരാണെന്നാ എന്നോട് കഴിഞ്ഞ തവണ പറഞ്ഞത്? ഹരിലാലിൻ്റെ ക്ലോസ് റിലേറ്റീവ്, കുട്ടികളുടെ ആൻറ്റി. അയാൾ അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി. ആ വീട്ടിലെ കുട്ടിയെ നോക്കാൻ വന്ന ഹോം നേഴ്സ് അല്ലേടി നായിൻ്റെ മോളെ നീ? ചീറിക്കൊണ്ടുള്ള ചോദ്യവും കൈവീശി ചെവിയടച്ച് അടിയും ഒപ്പം കഴിഞ്ഞു. അടി കനത്തതായിരുന്നു. അനിതയുടെ ചെവി അടഞ്ഞു. തലയ്ക്കുള്ളിൽ ഒരു തണുത്ത ചൂളം വിളി പതിഞ്ഞു താണു. ചുവട് ഇടറി വീഴാൻ പോയ അനിതയെ ആരോ താങ്ങി. അനിതയ്ക്ക് അത്രയെ കാണാനും ഓർക്കാനും കഴിഞ്ഞുള്ളൂ. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ താനൊരു വലിയ കിടക്കയിലാണെന്ന് അവൾ കണ്ടു. ചുറ്റും ചില പുരുഷ ശരീരങ്ങളും. അധ്യായം 3. റിമോട്ട് കൺട്രോൾ യൂണിറ്റ് എടുത്ത് ടി വിയിലേക്ക് കണക്ഷൻ പോകുന്ന സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വിമലകുമാരിയമ്മ നിവ്യ മോളുടെ മുറിയിലെത്തി. നീത നിവ്യ മോളുടെ അരികെ എന്തൊക്കെയോ ആശ്വാസവാക്കുകളാൽ അവളെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. നീത മുഖം തിരിച്ച് ആശങ്കയോടെ വിമലകുമാരിയമ്മയെ നോക്കി. ആൻറ്റി വന്നില്ലല്ലോ അച്ചമ്മേ? ഒരിക്കലും ഇത്രയും ലേറ്റ് ആയിട്ടില്ലല്ലോ. സമയം രാത്രി 9 കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് പോയതാണ്. സന്ധ്യയ്ക്ക് മുൻപ് മടങ്ങി വരുമെന്നും അതുവരെ നിവ്യമോളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകണമെന്നും അനിത വിമലകുമാരിയമ്മയെയും നീതയെയും പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. വിമലകുമാരിയമ്മയ്ക്ക് ഇതുവരെ വലിയ ആശങ്കകളൊന്നുമില്ലായിരുന്നു. അനിത ധൈര്യമുള്ളവളാണ്. വിപരീത സാഹചര്യങ്ങളിൽ വിഭിന്ന ദേശങ്ങളിൽ ജീവിച്ചു പരിചയിച്ചവളാണ്. ആർക്കും അവളെ കെണിയിൽപ്പെടുത്താനോ കബളിപ്പിക്കാനോ പറ്റില്ല എന്നൊരു വിശ്വാസമുണ്ട്. ആരോടും തിരിഞ്ഞു നിന്ന് 4 വർത്തമാനം പറയാനും വേണ്ടിവന്നാൽ ചെകിടത്ത് 2 പൊട്ടിക്കാനുമുള്ള ചങ്കൂറ്റം അവൾക്കുണ്ടെന്നും വിമലകുമാരിയമ്മയ്ക്ക് അറിയാം. അവളിങ്ങ് വന്നോളും, തൻ്റെ ഇടക്കാരിയ. വിമലകുമാരിയമ്മ നീതയെ സാന്ത്വനപ്പെടുത്താനായി പറഞ്ഞു. ഇല്ല, ആൻറ്റി ഇങ്ങനെ ഇത്രയും ലേറ്റാകില്ല അച്ചമ്മേ. എവിടെ പോയാലും ആൻറ്റിയുടെ മനസ്സിവിടെയാ. ഒന്ന് ഫോൺ ചെയ്ത് പറയാതിരിക്കില്ല. പേടിക്കണ്ട, ഞാൻ ഉടനെ വരുമെന്ന്. അതാ ഞാനും ആലോചിക്കുന്നേ. വിമലകുമാരിയമ്മ നീതയോട് അനുകൂലിച്ച് താടിക്ക് കയ്യൂന്നി നിന്നു. അച്ഛനോട് പറയണോ? ഇപ്പം വേണ്ട, പിന്നെ അത് മതി. അവൾ വരുന്നുടനെ അച്ഛൻ അവളുടെ മെക്കെട്ട് കയറാൻ. ഒന്നാമതെ കണ്ണി കണ്ടുവിടാം. എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതല്ലേ ആൻറ്റി, പിന്നെന്താ പറഞ്ഞാൽ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ നോക്കാം. ഇള്ളക്കുട്ടിയൊന്നുമല്ലല്ലോ അവൾ. ഡൽഹിയിലും ബോംബെയിലുമൊക്കെ ജീവിച്ച് പരിചയമുള്ളവളല്ലേ. ആൻറ്റി അവിടൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് അച്ചമ്മയ്ക്ക് എങ്ങനെയറിയാം? വിമലകുമാരിയമ്മ അറിയാതെ പറഞ്ഞു പോയതായിരുന്നു. അതിനാൽ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. ഒന്ന് തപ്പിത്തടഞ്ഞിട്ട് അവർ പറഞ്ഞു. ഒരിക്കലോ മറ്റോ പറഞ്ഞ പോലെ തോന്നുന്നു. ഹോം നേഴ്സായിട്ട് എങ്ങാണ്ടൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ടെന്ന്. നീത പാതി തൃപ്തിയോടെ അച്ചമ്മയിൽ നിന്ന് നോട്ടം മെല്ലെ പിൻവലിച്ചു. ഇവളെ എങ്ങനെ ആശ്വസിപ്പിക്കും? 6 മണി കഴിഞ്ഞപ്പം മുതൽ മൂടവിട്ട ചിണുങ്ങലും പെടക്കലും. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും സമാധാനമില്ല. അവൾക്ക് ഇവിടുന്ന് എണീറ്റ് ഓടണം ആൻറ്റിയുടെ അടുത്തോട്ട്. അതുപോലത്തെ അസ്വസ്ഥതയാ. തനിയെ എണീക്കാൻ പോലും വയ്യാത്തവൾ എങ്ങോട്ട് ഓടാനാ? ആൻറ്റിക്ക് എന്തോ അപകടം പറ്റിയ പോലെയാ അവളുടെ ടെൻഷൻ കണ്ടിട്ട്. അവളിങ്ങ് വന്നോളും. നീ വല്ലതും കഴിച്ചോ? ഇല്ല. അത്താഴം കഴിക്കണ്ടേ? അച്ഛനെയും വിളിക്കാം. എനിക്കൊന്നും വേണ്ട, ആൻറ്റി വന്നിട്ടേ ഉള്ളൂ. നീത നിവ്യ മോളുടെ തലമുടിക്ക് മീതെ കൈയോടിച്ചുകൊണ്ടിരുന്നു. ഹരിത വാതിൽക്കലേക്ക് വന്നു. അച്ചമ്മേ, ആൻറ്റി വന്നില്ലേ?
ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നടി. മോനെന്തിയേ? ഉറങ്ങി. ആൻറ്റി എന്താ വരാത്തെ? വിമലകുമാരിയമ്മ കൈമലർത്തി. ഞാനോർത്തു വന്നിട്ടുണ്ടാവുമെന്ന്. എവിടെ പോയതാ? എന്തിനു പോയതാ? എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. നിൻ്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കുവോ? നീ ഈ ലോകത്തെങ്ങാനുമാണോ? ഇങ്ങനുണ്ടോ ഒരമ്മയും മോനും? ഞാനും 3-4 മക്കളെ വളർത്തിയതാ. ഹരിത അതോടെ വായടച്ചു. വിമലകുമാരിയമ്മ അത്താഴം വിളമ്പാനായി ഊണും മേശയിലേക്ക് നീങ്ങി. ഹരിലാലിനെ ഹരിതയാണ് ചെന്ന് വിളിച്ചത്. അയാൾ കൈ കഴുകി വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. വിരളമായിട്ടേ ഊണും മേശയിൽ സംസാരമുള്ളൂ. 4 പേരും 4 ദ്വീപുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ശരീരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളൂ. മനസ്സ് ദ്വീപിൽ ഭദ്രമായി വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഹരിലാൽ ഇടയ്ക്ക് എപ്പോഴോ നീത എവിടെ എന്ന് മാത്രം ചോദിച്ചു. അനിത പുറത്തുപോയിട്ട് വന്നില്ല എന്ന വിവരം മകനോട് പറയണോ വേണ്ടയോ എന്ന് വിമലകുമാരിയമ്മ പലവട്ടം ആലോചിച്ചു. ഒടുവിൽ അവർ തന്നെത്താൻ സമയത്തിൻ്റെ ഒരു ലക്ഷ്മണരേഖ വരച്ചു. 10 മണി വരെ നോക്കി. ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴേക്കും 10 മണിയായി. വെറുതെ ഇരുന്ന തൻ്റെ മേൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം വന്നു വീണ അവസ്ഥയിലായി വിമലകുമാരിയമ്മ. അവർ നീതയെയും ഹരിതയെയും അരികെ വിളിച്ചു പറഞ്ഞു, അനിത വന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഹരിയോട് പറയാതിരുന്ന അതെൻ്റെ കുറ്റമാകും. അച്ചമ്മ ചെന്ന് പറ. ഞാൻ മുൻപേ തന്നെ പറഞ്ഞതല്ലേ. എനിക്കെന്തോ വല്ലാതെ പേടി വരുന്നു. നീത ആശങ്കാകുലയായി. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇവിടുന്ന് പോയ ആള് തിരിച്ചു വന്നില്ലെങ്കിൽ അച്ഛനല്ലേ ഉത്തരവാദിത്തം? നീതയുടെ സ്വരത്തിന് മൂർച്ചയായി. അവനോട് ചോദിച്ചിട്ടല്ലല്ലോ പോയത്. അവനറിഞ്ഞിട്ടുമില്ല. വിമലകുമാരിയമ്മ പറഞ്ഞു. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, എനിക്ക് വേണ്ടിയല്ലേ പോയത്. അച്ഛന് പകരമല്ലേ പോയത്. അച്ഛമ്മ പറയണം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ട, നീ പോയി അവനെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിങ്ങൾ 2 പേരോടും അവനിപ്പോൾ നല്ല സന്തോഷത്തിലാണല്ലോ. വിപരീത അർത്ഥത്തിൽ പറഞ്ഞിട്ട് വിമലകുമാരിയമ്മ ഹരിലാലിൻ്റെ അടുത്തേക്ക് പോയി. ഹരിലാൽ ബാങ്ക് ലോൺ സംബന്ധിച്ച് ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയെ അയാൾ ചോദ്യഭാവത്തിൽ നോക്കി. ഫോണിൽ സംസാരിച്ചോളാൻ ആംഗ്യം കാണിച്ചിട്ട് വിമലകുമാരിയമ്മ മേശപ്പുറത്തെ ചില കൈപ്പുസ്തകങ്ങൾ എടുത്ത് വെറുതെ മറിച്ചു നോക്കി. ഹരിലാൽ അല്പനേരം കൂടി സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. അമ്മയ്ക്ക് നാളെ വീട്ടിൽ പോണോ? എന്താ പ്രശ്നം? എനിക്കിപ്പോൾ എങ്ങോട്ടും പോകണ്ട. അമ്മയുടെ വരവും നിൽപ്പും ഒക്കെ കണ്ടിട്ട് എന്തോ പറയാനുള്ളതുപോലെ. പറയാനുണ്ട്. ശരി, ഞാൻ റെഡി. അനിത ഉച്ച കഴിഞ്ഞപ്പം പോയതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിന് ഞാനെന്തു വേണം? ഒന്നും വേണ്ടേ? ഈ വീട്ടിൽ നിന്നല്ലേ അവൾ പോയത്. അവൾക്കൊരു ആപത്ത് വന്നാൽ സമാധാനം പറയേണ്ടത് നീയല്ലേ. ഞാൻ പറഞ്ഞോളാം. ഹരി, ഇത് തമാശയല്ല. രാത്രി 10 കഴിഞ്ഞു. സന്ധ്യയ്ക്ക് മുൻപ് വരാമെന്ന് പറഞ്ഞു പോയവളാ. ആരോട് പറഞ്ഞു? എങ്ങോട്ട് പോയി? നിന്നോട് പറയാൻ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞങ്ങളോട് പറഞ്ഞിട്ടാ പോയത്. നീതമ്മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോന്നറിയാൻ. അവൾ പോയി രക്ഷിക്കാനോ? എങ്ങനെ? ഇവിടെ ഇത്രയും സ്വാധീനവും പരിചയവുമുള്ള ഞാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. പൈസയുള്ളവൻ ജയിലിൽ പോയാൽ അവിടെ റിസോർട്ടുണ്ടാക്കി സുഖിച്ച് ജീവിക്കുന്ന കാലമാണിത്. അവൾ എന്തു ചെയ്യാൻ ഉദ്ദേശിച്ചാ പോയത്? നീതമ്മോളെ ഉപദ്രവിക്കില്ലെന്ന് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കാനായിരിക്കും. ഒരു പെണ്ണിനെ കൊണ്ട് അത്രയൊക്കെയല്ലേ പറ്റൂ. ഉറുമ്പിന് ആനയുടെ കാല് പിടിക്കാൻ പറ്റുമോ? അത്രയ്ക്കേ ഉള്ളൂ അവൾ. ഇതാരെ കാണിക്കാനാ ഈ സെൻറ്റിമെൻ്റൽ ഡ്രാമയൊക്കെ? എടാ ഹരി, എത്രയൊക്കെയാണെങ്കിലും അവളുടെയും കൂടി മോളല്ലേ നീത. അവൾക്ക് ദണ്ണം തോന്നാണ്ടിരിക്കുവോ? ഇപ്പോഴാണോ ദണ്ണം വന്നത്? ഇതുവരെ എവിടായിരുന്നു? നീത കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഇല്ലാത്ത ദണ്ണം ഇപ്പോഴെങ്ങനെ വന്നു? ഈ നാടകമൊക്കെ അമ്മയുടെ അടുത്ത് നടക്കും. ഹരിലാലിൻ്റെ അടുത്ത് വേണ്ട. രക്ഷിക്കാൻ പോയിരിക്കുന്നു. ഹരി, നീ കണ്ണടച്ചിരുട്ടാക്കിയേ ആവോ? ഹരിതയ്ക്കും നീതയ്ക്കും വേണ്ടി അവൾ എന്തൊക്കെ ചെയ്തു? മനസ്സുരുകിയല്ലേ അവൾ അവരെ താങ്ങി നിർത്തിയത്. അവളില്ലെങ്കിൽ നിന്റെ 2 മക്കളുടെയും ഗതി എന്തായി തീർന്നേനെ? എന്തായി തീർന്നാലും ഞാനത് സഹിച്ചേനെ. എൻ്റെ മക്കളെ രക്ഷിക്കാനുള്ള ദൗത്യവുമായി ഇറങ്ങിത്തിരിച്ചതാണോ അവൾ? അല്ലല്ലോ. ഓർക്കപ്പുറത്ത് വന്നു പെട്ടുപോയി. അപ്പോഴാ ഓർമ്മ വന്നത് മക്കളോടുള്ള കടമയെല്ലാം മറന്നുവെച്ച് പോയതാണല്ലോ എന്ന്. എന്നാ അത് വിട്. അവൾ ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്യാനാണല്ലോ വന്നത്. അത് അവൾ നന്നായി ചെയ്തല്ലോ. അതുകൊണ്ടാണല്ലോ ആ കുഞ്ഞ് ഇപ്പോൾ കാണാനും കേൾക്കാനും ശബ്ദമുണ്ടാക്കാനും കൈയും കാലും അനക്കാനും ഒക്കെ തുടങ്ങിയത്. അതും മോശപ്പെട്ട കാര്യമായിട്ടാണോ നിനക്ക് തോന്നുന്നേ? അത് നല്ല കാര്യം, ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ആ ഹോം നേഴ്സ് പുറത്തു പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഫോൺ ചെയ്തിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ?
പോലീസിലറിയിക്കുക, അല്ലാതെന്ത് ചെയ്യാൻ? എന്നാ അതെങ്കിലും ചെയ്യ്. വിമലകുമാരിയമ്മ പിന്തിരിഞ്ഞു നടന്നു. ഹരിലാൽ ഫോണെടുത്ത് കയ്യിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നു. കാർ AC-യുടെ തണുപ്പിൽ ചൂളിക്കൂടി സാരി തലപ്പുകൊണ്ട് കഴുത്തും തലയും മൂടി ബാക്ക് സീറ്റിൽ കുനിഞ്ഞിരിക്കുകയായിരുന്നു അനിത. കാർ എവിടേക്കാണ് പോകുന്നതെന്നോ എത്ര ദൂരം ഓടിയെന്നോ അവൾക്ക് അറിഞ്ഞുകൂടാ. കാർ വേഗം കുറഞ്ഞ് സാവധാനം നിന്നു. ഡോർ തുറക്കപ്പെട്ടു. അനിതയെ ഒരാൾ പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. ഡോർ ഹാൻഡിലിൽ പിടുത്തം കിട്ടിയ അനിത ഊർന്ന് റോഡിലേക്ക് വീണു. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയും മുൻപേ ഡോർ അടഞ്ഞു. കാർ ഇരമ്പിപ്പാഞ്ഞ് അകന്നുപോയി. അനിത ബന്ധപ്പെട്ട് എഴുന്നേറ്റു. നിൽക്കാനും നടക്കാനും വയ്യെന്ന് തോന്നി. ഏതാണ് സ്ഥലമെന്നോ രാത്രി എത്ര മണിയായെന്നോ നിശ്ചയമില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതിനാൽ പരിസരം കാണാൻ കഴിയുന്നുണ്ട്. അനിത മെല്ലെ തിരിഞ്ഞ് ചുറ്റും നോക്കി. ഒരൊറ്റ മനുഷ്യജീവി പോലും എങ്ങുമില്ല. കുറച്ചകലെ നായ്ക്കൾ നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു. ഒരു കെട്ടിടം പരിചിതമായി തോന്നി. അതോടെ സ്ഥലവും വ്യക്തമായി. ഹരിലാലിൻ്റെ വീടിന് സമീപത്തെ റോഡിലാണോ അവർ കൊണ്ടുവന്ന് തള്ളിയത്? അല്പം അകലെ വീടിൻ്റെ ഗേറ്റ് അവ്യക്തമായി കാണാം. അനിത ഇടറുന്ന പാദങ്ങൾ ക്ലേശിച്ച് എടുത്തുവെച്ച് നടന്നു. വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തി. വസ്ത്രങ്ങളൊക്കെ ശരിയായിട്ടാണോ ദേഹത്തുള്ളതെന്ന് അവൾ സ്വയം നോക്കി. വീടിന് നേർക്ക് നോക്കിയപ്പോൾ അവൾക്ക് ഭീതി തോന്നി. സിറ്റൗട്ടിലും ഹാളിലും മുറികളിലും വെളിച്ചമുണ്ട്. ആരും ഉറങ്ങിയിട്ടില്ല. ഹരിലാലിൻ്റെ മുറിയിൽ പോലും വെളിച്ചം കണ്ടു. അനിത ഓടാമ്പലെടുത്ത് ഗേറ്റ് തുറന്നു. അകത്ത് കയറിയ ശേഷം ഓടാമ്പലിട്ടു. അവൾ സിറ്റൗട്ടിൻ്റെ നേർക്ക് എത്തുമ്പോഴേക്കും നീതയും വിമലകുമാരിയമ്മയും സിറ്റൗട്ടിൽ വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു. നീത ആൻറ്റി എന്ന് നിലവിളിച്ച് ഓടിയിറങ്ങി വന്നു. അവൾ അനിതയുടെ കൈത്തണ്ട പിടിച്ച് ആൻറ്റി എവിടായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചു. അനിതയുടെ കൈയും ഉടലും വിറകൊള്ളുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ ഭാവിച്ചെങ്കിലും അവൾക്ക് അതിനുള്ള കരുത്തുണ്ടായില്ല. നീത അവളെ താങ്ങിപ്പിടിച്ച് സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ വിമലകുമാരിയമ്മയും ഒരു കൈ സഹായിച്ചു. ഹരിത ഹാളിലേക്ക് വരുന്നതേയുള്ളൂ. അവൾ അനിതയെ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു. വാടിത്തളർന്ന ദേഹവും കനം തൂങ്ങിയ കൺപോളകളും വാരിയുടുത്ത സാരിയും അഴിഞ്ഞു ചിതറിയ മുടിയും അനിതയുടെ ഉച്ഛ്വാസത്തിൽ നിന്ന് മദ്യത്തിൻ്റെ ഗന്ധവും വരുന്നുണ്ടായിരുന്നു. നിനക്കെന്തു പറ്റി അനിതേ? നീ എവിടായിരുന്നു? വിമലകുമാരിയമ്മ ഉദ്വേഗത്തോടെ ചോദിച്ചു. ഒന്നും പറയാൻ വയ്യെന്ന് അനിത കൈകൊണ്ട് ആംഗ്യം കാട്ടി. എനിക്കൊന്ന് കിടക്കണം. എന്നോടൊന്നും ചോദിക്കില്ലേ? അവൾ മന്ത്രിക്കും പോലെ കെഞ്ചി. നീ എന്താ കള്ളു കുടിച്ചോ? എന്തൊരു നാറ്റ! അച്ചമ്മ ഒന്നും ചോദിക്കണ്ട, ആൻറ്റി കിടക്കട്ടെ, നീത പറഞ്ഞു. അനിത ഭിത്തിയിൽ പിടിച്ചു നടന്ന് മുറിയിലെത്തി. കട്ടിൽ കണ്ടതും അതിലേക്ക് ചാഞ്ഞു. സാരി തലപ്പുകൊണ്ട് മൂടിപ്പൊതിച്ച് ചുരുണ്ടുകൂടി. നീതയും വിമലകുമാരിയമ്മയും അല്പസമയം നോക്കി നിന്നു. അച്ചമ്മ പോയി കിടന്നു. നീത നിർദ്ദേശിച്ചു. ഹരിയോട് പറയണ്ടേ വന്നെന്ന്? അവൻ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അച്ഛനോട് പറഞ്ഞേക്ക്. ഈ കള്ളിൻ്റെ നാറ്റം എങ്ങനെ വന്നുവെന്നാ? അവൾ കള്ളു കുടിക്കോ? കുടിപ്പിച്ചതായിരിക്കും അച്ചമ്മേ. അവരങ്ങനെയൊക്കെ ചെയ്യുന്നവരാ, നീത പറഞ്ഞു. വിമലകുമാരിയമ്മ അവളെ തെല്ലമ്പരപ്പിൽ നോക്കി. പിന്നെ ഹരിലാലിൻ്റെ മുറിയിലേക്ക് പോയി. ഹരിലാൽ ഉറങ്ങിയിരുന്നില്ല. വന്നു അല്ലേ? അയാൾ സ്വരം കടുപ്പിച്ച് ചോദിച്ചു. അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. കുഴഞ്ഞ കയറി വന്നത്. എവിടെ ആയിരുന്നുവോ രാത്രി ഇത്രയും നേരം? മണി 2 കഴിഞ്ഞില്ലേ? ചോദിച്ചില്ലേ അമ്മ അവളോട്? സംസാരിക്കാനൊന്നും വയ്യ. മദ്യം കഴിച്ചതിൻ്റെ മണം വരണുണ്ട്. എനിക്ക് തോന്നുന്നത് അവൾ ആരുടെയൊക്കെയോ കയ്യിൽ പെട്ടുപോയിന്ന. അതിൻ്റെ ലക്ഷണമൊക്കെ കാണാനുണ്ട്. പിന്നെ അമ്മ എന്താ വിചാരിച്ചത്? അവൾ ഈ രാത്രി 2 മണി വരെ ഏതെങ്കിലും പുണ്യസ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നോ? പെൺവാണിഭക്കാരുടെ നടുവിലോട്ടല്ലേ അവൾ പോയത്? ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഹരി? എന്ത് ചെയ്യാനാ? അനുഭവിക്കട്ടെ. രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ വീരവനിത. മനുഷ്യനായ ഇത്തിരി കോമൺ സെൻസ് വേണ്ടേ? ഇങ്ങനെയൊന്നും വരുമെന്ന് അവൾ വിചാരിച്ചു കാണില്ല. അല്ലെങ്കിൽ പോകുമോ ഹരി? എനിക്കൊന്നും പറയാനില്ല. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ പോകുക ആള് തിരിച്ചെത്തിയെന്ന്. പോലീസുകാർ വെറുതെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. നീ എന്തെങ്കിലും ചെയ്യ്. വിമലകുമാരിയമ്മ പിന്തിരിയാൻ ഭാവിച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ പറഞ്ഞു. എന്നാലും അവൾക്കിങ്ങനൊരു ഗതി വന്നല്ലോ. ആരോട് പറയാനാ? വിമലകുമാരിയമ്മ മുറിവിട്ടിറങ്ങി. നീത വാതിലടച്ച് തിരികെ വന്ന് അനിതയുടെ കട്ടിലിലിരുന്നു. ആൻറ്റി എന്ന് പതിയെ വിളിച്ചു. പ്രതികരണമൊന്നുമില്ല. നീത ആ ചെറിയ കട്ടിലിൽ വേണ്ടത്ര ഇടമില്ലാതെ ഞെരുങ്ങിക്കിടന്നു. എന്നിട്ട് വലം കൈകൊണ്ട് അനിതയെ കെട്ടിപ്പിടിച്ചു. അനിതയുടെ ഉടൽ പെട്ടെന്ന് വിറകൊണ്ടു.
ആൻറ്റി ഏങ്ങലടിക്കുന്നുണ്ടെന്ന് നീതയ്ക്ക് മനസ്സിലായി. അവൾ അനിതയുടെ ശിരസിലും തലയിലും തഴുകി. പോവണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? നീത സങ്കടത്തിൽ പറഞ്ഞു. അനിത തിരിഞ്ഞ് അവൾക്ക് അഭിമുഖമായി അവളുടെ പുറത്തൂടെ കൈയിട്ട് ഗാഠം ഗാഠം കെട്ടിപ്പിടിച്ചു. ഒപ്പം മലവെള്ളപ്പാച്ചിൽ പോലെ കരച്ചിലും വന്നു. അധ്യായം 4. രാവിലെ വിമലകുമാരിയമ്മ ചായ കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ പത്രവായനയിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഹരിലാൽ ചോദിച്ചു. അമ്മ എന്തെങ്കിലും ചോദിച്ചോ രാവിലെ അവളോട്? ആരോട്? മറുപടി പറയാതെ ഹരിലാൽ അമ്മയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണോ എന്ന മുനയാണ് ആ നോട്ടത്തിൽ. ഞാനൊന്നും ചോദിച്ചില്ല, വിമലകുമാരിയമ്മ പറഞ്ഞു. ചോദിക്കണ്ടേ? വിവരമറിയണ്ടേ? എന്തു വിവരമാ നിനക്കറിയേണ്ടത്? അവരെ മീറ്റ് ചെയ്യാൻ പോയതല്ലായിരുന്നോ എന്നല്ലേ? അതെന്തായി ഇന്ന്? അവൾക്ക് എന്തു പറ്റിയെന്നല്ല അറിയേണ്ടത്. വിമലകുമാരിയമ്മ അർത്ഥഗർഭമായി മകനെ നോക്കി. നീതയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? അതാ എൻ്റെ ടെൻഷൻ. അല്ലാതെ ഇവിടുത്തെ ഹോം നേഴ്സിന് എന്തു പറ്റിയെന്നുള്ളതല്ല. അറിയേണ്ടതൊക്കെ നീ നേരിട്ട് ചോദിച്ചോളണം. അമ്മയ്ക്ക് ചോദിച്ചാലെന്താ? എനിക്കവളുടെ മുഖത്തു നോക്കി ചോദിക്കാൻ കുറച്ച് വിഷമമുണ്ട്. അമ്മയ്ക്കെന്തിനാ വിഷമം? അമ്മയുടെ ആരാ അവൾ? അങ്ങനത്തെ സെൻറ്റിമെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് പോയ ഒരു സ്ത്രീ രാത്രി 2 മണി വരെ എവിടെയായിരുന്നെന്ന് ചോദിക്കാനുള്ള അവകാശവും അധികാരവും അമ്മയ്ക്കുണ്ട്. ഉത്തരം പറയാനുള്ള കടമ അവൾക്കുമുണ്ട്. വിമലകുമാരിയമ്മ അതിന് മറുപടിയൊന്നും പറയാതെ തിരികെ പോയി. വാസ്തവത്തിൽ അവർക്ക് അനിതയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത് ചെന്നപ്പോഴൊന്നും അനിത അവരുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. ഒന്നുകിൽ കൈവെള്ളയിൽ നെറ്റി താങ്ങി കണ്ണടച്ചിരിക്കും, ചിലപ്പോൾ നിലത്തേക്ക് കണ്ണും നട്ട് കട്ടിലിലിരിക്കും. അനിത വെറുതെ അങ്ങനെ ഇരിക്കുകയല്ല എന്ന് വിമലകുമാരിയമ്മയ്ക്ക് ബോധ്യമായി. മനസ്സിൽ യുദ്ധം നടക്കുന്നുണ്ട്. ജയമോ പരാജയമോ എന്ന് മാത്രമേ അറിയേണ്ടൂ. വിമലകുമാരിയമ്മ മകൾക്ക് ഫോൺ ചെയ്ത് പുതിയ സംഭവവികാസങ്ങൾ അറിയിച്ചു. ദീപജ്യോതി അമ്മയോട് അമർഷം കൊണ്ടു. അമ്മ എന്തുകൊണ്ടാ അവളോട് ചോദിക്കാത്തത്? ഹരി പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ ശമ്പളത്തിന് നിൽക്കുന്ന സ്ത്രീ തോന്നിയാസം കാണിച്ച ചോദിക്കണ്ടേ? തോന്നിയാസോ? വിമലകുമാരിയമ്മ ആശ്ചര്യപ്പെട്ടു. വീട്ടിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിട്ട് രാത്രി 2 മണി കഴിഞ്ഞ് കുടിച്ചു കൂത്താടി തിരിച്ചു വരിക എന്ന് പറഞ്ഞ അതിന് പിന്നെ എന്തു പേരാ പറയേണ്ടത്? ദീപേ, അവൾ പോയത് എന്തിനാണെന്ന് എനിക്കറിയാം. ഹരിക്കും ഇവിടെ എല്ലാവർക്കും അറിയാം. അവൾ ആരാമ്മേ ഇതൊക്കെ അങ്ങ് ഏറ്റെടുക്കാൻ? നമ്മളാരും ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഹോം നേഴ്സിൻ്റെ ജോലി ചെയ്യാൻ വന്നവൾ അത് ചെയ്താൽ പോരെ? അത് മാത്രമാണോ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നിനക്കറിഞ്ഞൂടെ? ഓവർ സ്മാർട്ടാകാൻ നോക്കിയ ഇങ്ങനെയൊക്കെ പറ്റിയെന്നിരിക്കും. അവൾക്ക് പോലീസിൽ പരാതിപ്പെട്ടുകൂടെ? എന്നിട്ടെന്തിനാ? മറ്റവർ വലിയ പിടിപാടുള്ളവരല്ലേ. അവൾക്ക് പബ്ലിക്കായിട്ട് പറയാലോ. ബലമായിട്ട് മദ്യം കുടിപ്പിച്ചെന്നും കൂട്ടബലാത്സംഗം നടത്തിയെന്നുമൊക്കെ മാനവും മര്യാദയും ഒന്നും കാണൂലല്ലോ നഷ്ടപ്പെടാൻ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ദീപേ. നിനക്ക് എന്തറിയാം? എനിക്കൊന്നും അറിയണ്ട. ആ കുട്ടിക്ക് ഇപ്പോൾ കുറച്ച് ഭേദമുണ്ടല്ലോ. ഇനി അനിതയില്ലെങ്കിലും അവൾ പതിയെ പതിയെ എണീറ്റ് നടന്നോളും. ഹോം നേഴ്സിൻ്റെ സേവനം മതിയാക്കുന്നതാ ബുദ്ധി. നീ ഫോൺ വെച്ചോ, നമുക്ക് പിന്നെ സംസാരിക്കാം. കണ്ടോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ, വെച്ചോ. വിമലകുമാരിയമ്മ ഫോൺ കോൾ കട്ട് ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കും അനിതയ്ക്ക് അല്പം മാറ്റമുണ്ടെന്ന് വിമലകുമാരിയമ്മയ്ക്ക് തോന്നി. ഉറച്ചൊരു തീരുമാനത്തിലെത്തിയതുപോലെ ആശങ്കയും അനിശ്ചിതത്വവും നീങ്ങി. കണ്ണുകളിലൊരു കാഠിന്യമാണ് ഊന്നി നിൽക്കുന്നത്. സൗകര്യവും സന്ദർഭവും ഒത്തുചേർന്നപ്പോൾ വിമലകുമാരിയമ്മ പറഞ്ഞു. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇന്നലെ നിനക്ക് എന്താ സംഭവിച്ചതെന്ന്. ഞാനത് പറഞ്ഞു തരണോ അമ്മേ? നീതമോൾക്ക് വേണ്ടി ഒന്നൂടെ അയാളുടെ കാല് പിടിക്കാനാ ഞാൻ പോയത്. അതൊക്കെ ഇവിടെ അറിയാമല്ലോ. അനിത അല്പനേരം മിണ്ടാതിരുന്നു. മടിയിൽ മലർത്തിവെച്ച് കൈവെള്ളയുടെ രേഖകൾ അളന്ന് തിട്ടപ്പെടുത്തും പോലെ അവൾ അതിലേക്ക് തന്നെ തുറിച്ചു നോക്കി. പിന്നെ രാത്രി സംഭവിച്ച ദുരന്തം ഏതാനും വാക്കുകളിൽ ഒതുക്കി പറഞ്ഞു. വിമലകുമാരിയമ്മ താടിക്ക് കൈയൂന്നി വായ പാതി തുറന്ന് പകപ്പോടെ കേട്ടിരുന്നു. വായിൽ ചോർപ്പ് തിരുകി മദ്യം ഒഴിച്ചു തന്ന് എന്നെ മയക്കിയിട്ടേ അവർക്ക് എൻ്റെ ശരീരം തൊടാൻ പറ്റിയുള്ളൂ. പക്ഷേ എൻ്റെ ശരീരം അശുദ്ധമായെന്നോ മാനം കെട്ടുപോയെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കുറേ പുരുഷമൃഗങ്ങൾ ചേർന്ന് ബലം പ്രയോഗിച്ച് ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തുമ്പോൾ അഭിമാനം നശിച്ചു പോകുന്നത് അവന്മാരുടെയാ, അവളുടെയല്ല. നീ എന്തിന് ആ നരിമടയിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തു? നിനക്കറിയാമായിരുന്നില്ലേ? നീ മുമ്പ് പോയതല്ലേ? അവിടെ ഹരി പോയതല്ലേ? അവന്മാരിവിടെ വന്ന് ചെയ്തതൊക്കെ കണ്ടവളല്ലേ നീ? എൻ്റെ മനസ്സിലപ്പോൾ നീതമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വേറൊന്നും ഞാൻ നോക്കിയില്ല. എന്നിട്ട് വല്ല ഗുണവുമുണ്ടായോ? അനിത മുഖം താഴ്ത്തി വിരലുകൾ തമ്മിൽ കോർത്തും അഴിച്ചും ചിന്തകളെ അടുക്കി ചിട്ടപ്പെടുത്തി. നിനക്ക് നേരിട്ട് പോലീസിൽ പരാതി കൊടുക്കാലോ, പത്രക്കാരോട് പറയാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും TV ചാനലുകാരോട്. ഇപ്പം ഇതൊക്കെ പെട്ടെന്ന് വാർത്തയാവില്ലേ? വേണ്ടെന്ന് വെച്ചിട്ടാ? മാനക്കേട് ഓർത്താണോ? അല്ല, എനിക്കതൊന്നും നോക്കണ്ട. പിന്നെന്തുകൊണ്ടാ? പെണ്ണിൻ്റെ പരാതിക്ക് വിലയുള്ള കാലമല്ലേ? അറിയാം. പക്ഷേ അതുകൊണ്ട് നീതമോൾ രക്ഷപ്പെടുവോ? ഇപ്പോൾ നിനക്കവളെ രക്ഷിക്കാനുള്ള വഴി തെളിഞ്ഞോ? തെളിച്ചെടുക്കണം. എങ്ങനെ? അനിത ശ്വാസം വലിച്ചെടുത്തു. 2 കൈയുടെ വിരലുകൾ കോർത്തു മുറുക്കി. അവർക്ക് ഒരബദ്ധം പറ്റി. എന്നെ ജീവനോടെ വിട്ടയച്ചു. അത് പറയുമ്പോൾ അനിതയുടെ ശബ്ദത്തിന് ഈർച്ചപാളിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു. വിമലകുമാരിയമ്മ അവളുടെ മുഖത്തെ കാരിമ്പിൻ്റെ കാഠിന്യം ഭാവത്തിലേക്ക് ശങ്കയോടെ നോക്കിയിരുന്നു. ഇത് വെറും ഹോം നേഴ്സല്ല, 2 പെൺമക്കളുടെ അമ്മയാണ്. അവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാനും ഇവൾ തയ്യാറായേക്കുമെന്ന് വിമലകുമാരിയമ്മയ്ക്ക് തോന്നി. നീതയുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞോ? കൊണ്ടു ചെല്ലണമത്രേ. ഇനി 3 ദിവസത്തെ സമയം. വിമലകുമാരിയമ്മ ഉദ്വേഗത്തോടെ അനിതയെ തന്നെ നോക്കി. നീ എങ്ങനെ രക്ഷപ്പെടുത്തും അവളെ? മറുപടി പറയാതെ അനിത തലകുലുക്കി. വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു. അവൾ എന്തോ വഴി കണ്ടിട്ടുണ്ടെന്ന് വിമലകുമാരിയമ്മയ്ക്ക് തോന്നി. സ്വന്തം ജീവിതവും കുടുംബവും അഭിമാനവും എല്ലാം മറന്ന് അന്യൻ്റെ വീട്ടിലെ പെൺകുട്ടിക്കു വേണ്ടി ഇത്ര വലിയ ത്യാഗം ചെയ്യാൻ നീ ആരാ? വിമലകുമാരിയമ്മ വെട്ടിത്തുറന്ന് ചോദിച്ചു. ഞാൻ ആരാണെന്ന് മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരമ്മയാണെന്ന്. എനിക്ക് പെൺമക്കളുണ്ടെന്ന്. ആരുടെ അമ്മ? ഒരമ്മ സ്വന്തം മക്കൾക്കു വേണ്ടി വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നീ ഇവിടെ വെറുമൊരു ഹോം നേഴ്സല്ലേ? വെറുമൊരു ഹോം നേഴ്സിനെ പോലെയാണോ ആദ്യം മുതൽക്കേ ഞാനിവിടെ പെരുമാറിയത്? ഒരു ഹോം നേഴ്സിൻ്റെ ജോലി മാത്രമാണോ ഞാൻ ചെയ്തത്? അല്ല. അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഈ വീടിനോടും കുടുംബാംഗങ്ങളോടും നിനക്ക് ഇത്രയ്ക്ക് താല്പര്യം എന്തുകൊണ്ടാ? എനിക്കതിന് അമ്മയോട് പറയാൻ പറ്റാത്ത കാരണങ്ങളുണ്ട്. എന്നോട് പോലും പറയാൻ പറ്റാത്ത കാരണം എന്താ? ഞാൻ ഈ വീട്ടിലെ അംഗമ്മ, ഇവിടുത്തെ കുട്ടികളുടെ മുത്തശ്ശിയ. നാളെ മുതൽ നീ ഇവിടെ ജോലിക്ക് നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞ നീ അനുസരിച്ചേ പറ്റൂ. അനിത ആശങ്കയോടെ വിമലകുമാരിയമ്മയെ നോക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എനിക്കിവിടുന്ന് പോകേണ്ടി വന്നാലും അത് പറയാൻ പറ്റില്ല. അങ്ങനൊരു കരാറില്ല ഞാനിവിടെ ഇപ്പോഴും നിൽക്കുന്നേ. ആരുമായിട്ടാ കരാറ്? എനിക്ക് ശമ്പളം തരുന്ന ആളുമായിട്ട്. അതാരാണെന്ന് അമ്മയ്ക്കറിയാലോ. വിമലകുമാരിയമ്മ അനിതയെ ഒന്ന് പാളി നോക്കിയിട്ട് മുഖം തിരിച്ച് കിടക്കയിൽ എല്ലാം കേട്ടുകിടക്കുന്ന നിവിയമ്മോളുടെ നേർക്ക് ശ്രദ്ധ തിരിച്ചു. അനന്തരം എഴുന്നേറ്റ് പോയി വാതിലടച്ച് ബോൾട്ടിട്ട് തിരികെ വന്നു. അനിതയുടെ മുന്നിലേക്ക് കസേര നീക്കിയിട്ട് അതിലിരുന്നു. ഞാനിതുവരെ നിന്നോട് ചോദിക്കാതിരുന്ന ഒരു ചോദ്യമുണ്ട്. അത് ചോദിക്കുന്നതിന് മുൻപ് ഞാനൊരു പഴയ സംഭവകഥ പറയാം. അത്രയും കേട്ടതും അനിതയെ വിയർക്കാൻ തുടങ്ങി. സുതാര്യമായ ഒരു വാതിൽ വിരിക്ക് അപ്പുറവും ഇപ്പുറവുമാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി. പരസ്പരം കാണാം, വ്യക്തതയില്ലെന്നേയുള്ളൂ. 10-22 കൊല്ലം മുൻപ് എൻ്റെ മകൻ ഹരി ഡൽഹിയിലെ ജോലി ചെയ്തിരുന്നേ. അവിടെ വെച്ച് അവനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ചു കെട്ടി. ഞങ്ങളുടെ ആരുടെയും സമ്മതമില്ലായിരുന്നതുകൊണ്ട് രജിസ്റ്റർ കല്യാണമാണ് നടത്തിയത്. നിനക്കറിയോ ഈ സംഭവം? ആരെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. അനിതയുടെ സ്വരത്തിൽ വിറയലിൻ്റെ മർമ്മരം കൂടി കലർന്നു. ആര് പറഞ്ഞു? ഓർക്കുന്നില്ല. ഹരിതമ്മോളാണോ അതോ ദീപചേച്ചിയാണോ? അനിത മറവി അഭിനയിച്ചു. ആരുമാകട്ടെ, എന്തായാലും എൻ്റെ മോൻ്റെ കല്യാണം ഞങ്ങളാരും ആഗ്രഹിക്കാത്ത വിധത്തിൽ നടന്നു. രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് കൂട്ടുകാർ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയല്ലേ? സ്ത്രീകരണത്തിനെന്നോണം വിമലകുമാരിയമ്മ അനിതയെ നോക്കി. മിക്കവാറും അങ്ങനെയാ സംഭവിക്കാറ്. അനിത ഉത്തരം പറഞ്ഞുപ്പിച്ചു. രജിസ്റ്റർ കല്യാണത്തിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഹരി ഭാര്യയും കൂട്ടി വീട്ടിൽ വന്നു. ഹരിയുടെ അച്ഛനെന്ന് ആ പെണ്ണിനെ കാറിൽ നിന്നിറങ്ങാൻ പോലും സമ്മതിച്ചില്ല. അവർ തിരിച്ചുപോയി. അനിത മുഖത്തു നോക്കാതെ തന്നെ അത് സമ്മതിച്ച് മന്ദം തലകുലുക്കി. അന്നു മുതൽ ഹരി ഞങ്ങളോടും ഞങ്ങൾ അവനോടും പിണക്കത്തിലായിരുന്നു. 4 വർഷമോ മറ്റോ അവർ ഡൽഹിയിൽ ഒന്നിച്ച് ജീവിച്ചു. അവർക്ക് 2 മക്കളുണ്ടായി. അതിനുശേഷം അവൾ അവനെ ഉപേക്ഷിച്ചു പോയിന്ന ഞങ്ങളറിഞ്ഞത്. അനിത മടിയിൽ നിവർത്തിവെച്ച കൈപ്പത്തിയിലെ നഖങ്ങൾ നോക്കിയിരുന്ന് തലയാട്ടി. ഇതെല്ലാം ഹരി പറഞ്ഞിട്ടാണ് ഞങ്ങളറിഞ്ഞത്. ഞങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളാരും ഹരി കല്യാണം കഴിച്ച പെണ്ണിനെ കണ്ടിട്ടില്ല.
തമ്മിൽ പിരിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞാണ് അവനെ ഞങ്ങൾ കാണുന്നത്. 2 പെൺകുഞ്ഞുങ്ങൾ മാത്രമുണ്ട് അവൻ്റെ കൂടെ. നീ കല്യാണം കഴിച്ച പെണ്ണെവിടെയെന്ന് ചോദിച്ചപ്പോൾ പോയി എന്നും മാത്രം പറഞ്ഞു. ഞങ്ങൾ ആദ്യം കരുതി മരിച്ചു പോയതാണെന്ന്. ഹരിയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയിന്ന് പിന്നീട് അറിഞ്ഞത്. ഹരി ഞങ്ങളോട് അതേപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞിട്ടുമില്ല. അനിതയുടെ വിരൽത്തുമ്പുകൾ വിറകൊള്ളുന്നത് വിമലകുമാരിയമ്മ കണ്ടു. അവർക്കിപ്പോൾ അവളോട് കരുണയല്ല തോന്നിയത്. അവളുടെ പേര് അനിത എന്നായിരുന്നു. നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയാ അവൾ ഡൽഹിയിൽ പോയതും ഹരിയുമായി പരിചയപ്പെട്ടതും. അവളത് പഠിച്ചു പൂർത്തിയാക്കിയോ നേഴ്സായോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. വിമലകുമാരിയമ്മ ഒരു നിമിഷം നിർത്തി. അനിത അനങ്ങുന്നില്ല. ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണെന്ന് തോന്നി. ഇനി ഞാനെൻ്റെ സംശയം ചോദിച്ചേക്കാം. ആ അനിത തന്നെയാണോ നീ? അനിതയുടെ മുഖം അല്പം കൂടി കുനിഞ്ഞു. ഒന്നും കൂടി അവളുടെ ഉടൽ ചൂളിക്കൂടി. നീയും ഒരു നേഴ്സാണല്ലോ. ഡൽഹിയിലും രാജസ്ഥാനിലുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. നീ ക്രിസ്ത്യാനിയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. നീ പള്ളിയിൽ പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നൊന്തു പ്രസവിച്ച ഒരമ്മയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങൾ നീ ഹരിതയ്ക്കും നീതയ്ക്കും വേണ്ടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുമൊരു സ്ത്രീ, ഒരു ഹോം നേഴ്സ് എത്ര മനസ്സലിവുള്ളവൾ ആയാലും ശരി, ഇതിൻ്റെ 100 പോലും സ്നേഹവും ത്യാഗവും കാണിക്കില്ലെന്നും എനിക്കറിയാം. അനിത ഇടത് കൈപ്പത്തി ഉയർത്തി അതിന്മേൽ നെറ്റി താങ്ങി. അവൾ വീണ്ടും ചുരുങ്ങിപ്പോയെന്ന് വിമലകുമാരിയമ്മയ്ക്ക് തോന്നി. എൻ്റെ സംശയം തീർന്നു. ഇനി എനിക്ക് ഒന്നും ചോദിക്കാനില്ല. വിമലകുമാരിയമ്മ എഴുന്നേറ്റു. വാതിൽ തുറന്ന ശേഷം മുഖം തിരിച്ച് അനിതയെ ഒന്നുകൂടി നോക്കി. അനിത അതേ ഇരിപ്പ് തന്നെ. വിമലകുമാരിയമ്മ മുറിവിട്ടിറങ്ങി വാതിൽ ചാരി. അടുത്ത ഭാഗം നാളെ.